വേദനയ്ക്ക് ഇനി എന്തുകൊണ്ട് എങ്ങനെ പരിഹാരം നൽകുമെന്ന് പറയാൻ കഴിയുന്നില്ല. എന്ത് വാക്കുകൊണ്ട് അവർ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയുന്നില്ല. ഈ കുട്ടികളെ ഓർത്ത് കരയുന്ന സഹപാഠികൾ ഈ പൊതുദർശനം ആരംഭിച്ചത് മുതൽ അവിടെ നിന്ന് മെയ്യത്ത് കട്ടിലുകളിലായി 4 പിഞ്ചോമന മക്കളെയും ഇങ്ങോട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോഴെല്ലാം അതിന് സാക്ഷിയാകേണ്ടി വന്ന സഹപാഠികളായ സുഹൃത്തുക്കൾ, ഇന്നലെ വരെ തങ്ങളുടെ ക്ലാസ്സുകളിൽ ഒപ്പമുണ്ടായിരുന്നവർ, ഇന്നലെ വരെ ഒപ്പം പരീക്ഷിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളൊക്കെ ഓർത്ത് ഈ സഹപാഠികൾ വലിയ കണ്ണീരിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അവരൊക്കെ നിയന്ത്രിക്കാൻ അധ്യാപകർക്കും പ്രയാസം. അവിടെ പ്രാർത്ഥന നടക്കുന്നു. നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് കേട്ടുവരാം. എല്ലാവരും പുറകിലേക്ക് പോവുക. ഇതേ കയറണ്ട, ഇവിടെ സ്ഥലമല്ല, ഒക്കെ പുറകിലേക്ക് പോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. ഓക്കെ, മുബഷിർ പി അക്ബറും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷിർ പി അക്ബർ, ഇപ്പോൾ ജുമാ മസ്ജിദിൽ അവസാന പ്രാർത്ഥനകൾ നടക്കുകയാണ്. ഇനി അധിക സമയമുണ്ടാവില്ലെന്ന് തോന്നുന്നു. മയ്യത്ത് കട്ടിലിൽ ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചിരിക്കുന്ന 4 കുഞ്ഞുങ്ങളെയും അവർ അടുത്തടുത്തുള്ള ഖബറുകളിലേക്ക് നീക്കും. എത്ര സമയമെടുക്കും ഈ പ്രാർത്ഥനകൾ തീരാനും ഖബറുകൾ കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങൾ അടക്കാനുമായി? മുബഷീർ, 4 കുട്ടികളുടെയും ഒന്നിച്ചാണ് നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് സ്ഥലം നിങ്ങളെ അറിയിക്കും. കരിമനക്കൽ ഹാൾ ഒഴിവിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ മയ്യത്ത് നമസ്കാരം പൂർത്തിയാവും. അതോടെ പ്രാർത്ഥന ആരംഭിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടി ഈ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരിക. ഈ തുപ്പനാട് ജുമാ മസ്ജിദിന് മുകൾ ഭാഗത്താണ് ഖബർസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ടേക്കായിരിക്കും നിരനിരയായി 4 പൊന്നോമള മക്കളെയും കൊണ്ടുവരിക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുമിച്ച് കളിച്ചു ജീവിച്ചു വളർന്നു വന്ന മക്കൾ ഒരുമിച്ച് അന്തി ഉറങ്ങാൻ പോകുന്ന കാഴ്ച അത്യധികം ദുഃഖമുണ്ടാക്കുന്ന കാഴ്ച. ഖബർസ്ഥാൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഒരുമിച്ചാണ് ഇവിടെ ഖബർ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിഖബർ ഒഴികെ ഒരു വലിയ കുഴിയിൽ താഴ്ന്ന ഭാഗത്ത് 4 ഖബറുകളും ഒരുമിച്ച് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു ജീവിച്ച് പഠിച്ചു വന്ന വിദ്യാർത്ഥികളാണ്. ഏകദേശം 1/2 മീറ്റർ ദൂരത്തിൽ 500 മീറ്റർ ദൂരത്തിൽ വീടുകൾ സ്ഥിതി ചെയ്യുന്ന അത്രയധികം ആത്മബന്ധമുള്ള മക്കളായിരുന്നു. അപ്രതീക്ഷിതമായ ഉണ്ടാകുന്ന വിയോഗം ഈ കുടുംബത്തെയും നാടിനെയും അത്രയധികം ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്, സങ്കടത്തിലാഴ്ത്തിയിട്ടുണ്ടെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു പങ്കാളിത്തം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തിയ ആളുകളെ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടി വരും. പല ദിക്കുകളിൽ നിന്നും പല മേഖലകളിൽ നിന്നും പിഞ്ചോപനകൾക്ക് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, വിശ്വാസപരമായി അവരുടെ പ്രാർത്ഥന അർപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തുപ്പനാട് ജുമാ മസ്ജിദിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടെ മയ്യത്ത് നമസ്കാരം പുരോഗമിക്കുകയാണ്. 4 മൃതശരീരങ്ങളും മയ്യത്തുകളും ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് മയ്യത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ പോലെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ പൊതുദർശനം നടന്ന ഹാളിൽ വെച്ചിട്ടും സമാനമായ രീതിയിലുള്ള മയ്യത്ത് നമസ്കാരം ഉണ്ടായിരുന്നു. ഇത് കാണാനെത്തുന്ന ആളുകളെ സംബന്ധിച്ച്, വിശേഷം വിശ്വാസികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ്. കാരണം അവർക്ക് അവസാനമായി നൽകാൻ കഴിയുന്ന പ്രാർത്ഥനകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട് മുഖരിതമാക്കുന്ന ഈ വേദികളിലൂടെ നടന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഖബർസ്ഥാനിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. പൊതുവെ മേഖലയിലേക്ക് നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴ ഈ ഒരു മേഖലയിലുണ്ട്. സങ്കടം തളം കെട്ടി നിൽക്കുന്നുണ്ട്. പ്രകൃതിയും അതോടൊപ്പം നൊമ്പരപ്പെടുന്ന ഒരു കാഴ്ച ഇവിടെയുണ്ടെന്ന് പങ്കുവെക്കേണ്ടി വരും. ആ രീതിയിൽ